ലീഗ് നേതാവും മുൻ എംഎൽഎയുമായ കെ.എൻ. ഖാദർ RSS വേദിയിൽ. കോഴിക്കോട് കേസരിയിൽ ബുദ്ധപ്രതിമ അനാച്ഛാദന സ്നേഹബോധി സാംസ്കാരിക സമ്മേളനത്തിലാണ് കെ.എൻ. ഖാദർ പങ്കെടുത്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെന്നും കെ.എൻ. ഖാദർ പറഞ്ഞു. ഉത്തരേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ട് ദർശനം സാധിക്കുന്നില്ല എന്നായിരുന്നു ലീഗ് നേതാവിന്റെ ചോദ്യം. ദീപക് ധർമ്മടം നമുക്കൊപ്പം. ദീപക് ധർമ്മടം, സാന്നിധ്യം തന്നെ വാർത്തയായിരിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ആവശ്യവും എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം ലീഗിന്റെ ദേശീയ സമിതി അംഗം, നിലവിൽ ദേശീയ സമിതി അംഗവും സംസ്ഥാന നിർവാഹക സമിതി അംഗവുമാണ് കെ.എൻ. ഖാദർ. മുൻ MLA ആണ്. ആ കെ.എൻ. ഖാദർ RSSന്റെ നേരിട്ടുള്ള പരിപാടിയാണ്. RSSന്റെ ബൗദ്ധിക ആചാര്യന്മാരിൽ പ്രമുഖനായ J. നന്ദകുമാറാണ് അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് സ്വീകരിച്ച് ഉപഹാരം നൽകിയത്. മാത്രവുമല്ല, അദ്ദേഹം വളരെ കൃത്യമായി ഈ RSSന്റെ സൈദ്ധാന്തിക അടിത്തറയിലൂന്നിയുള്ള J. നന്ദകുമാറിന്റെ പ്രസംഗത്തെ, ബുദ്ധനെ ഉൾപ്പെടെ ഉദ്ധരിച്ച് ഭഗവത്ഗീത ഉദ്ധരിച്ചുള്ള പ്രസംഗത്തെ എൻഡോസ് ചെയ്തുകൊണ്ടാണ് കെ.എൻ. ഖാദറിന്റെ പ്രസംഗം തുടങ്ങുന്നത്. ആ പ്രസംഗത്തിനിടയിലാണ് അദ്ദേഹം പറയുന്നത്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണിക്ക അർപ്പിക്കാനേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ, പുറത്തുനിന്ന് അകത്ത് കയറാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഉത്തരേന്ത്യയിലെ നിരവധി ക്ഷേത്രങ്ങളിൽ എനിക്ക് പോകാൻ സാധിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ പോകാൻ സാധിക്കില്ലല്ലോ. ഇത് പോകാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ഒരു ചോദ്യമാണ് J. നന്ദകുമാറിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നത്. RSSന്റെ കൃത്യമായ വേദിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. മാത്രവുമല്ല, കെ.എൻ. ഖാദർ ലീഗിൽ ചില അസ്വാരസ്യങ്ങളിലൊക്കെ ആയിരുന്നു എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ ചിലപ്പോൾ പുതിയ രാഷ്ട്രീയ ഇടത്താവളങ്ങളിലേക്ക് അദ്ദേഹം മാറുന്നതിന്റെ മുന്നോടിയാണോ RSS വേദിയിൽ എത്തിയത് എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലാക്കേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം RSSന്റെ സൈദ്ധാന്തിക അടിത്തറയെ വിപുലപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു ഇന്ന് കെ.എൻ. ഖാദർ നടത്തിയത്. സുജയ, വ്യക്തമാണ്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകി.